آله وصحبه أجمعين. اتقوا الله عباد الله والعاقبة للمتقين. ജോലിയുടെ സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഈ പറയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, യാ ഇബാദി, അല്ലയോ എന്റെ ദാസന്മാരെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, തീർച്ചയായിട്ടും ഞാൻ, അതായത് അല്ലാഹു ദുൽമിനെ സ്വന്തത്തിന് മേൽ ഹറാമാക്കിയിരിക്കുന്നു. അതായത് അള്ളാഹുവിന്റെ ഭാഗത്ത് ഒരിക്കലും ഒരു ദുൽമുണ്ടാകില്ല. ദുൽമ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം എന്നാണ് ദുൽമ്. അതായത് ഒരു കാര്യം അതിൻ്റെതല്ലാത്ത സ്ഥലത്ത് വെക്കുക, ഇതിനാണ് ദുൽമ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരിക്കലും ഒരു ദുൽമുണ്ടാകില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷയുണ്ടാകുമെങ്കിൽ ഒരിക്കലും ദുൽമുമല്ല. ശിക്ഷ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു നീതിയുടെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും അതുണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തുളാലിമു, നിങ്ങൾക്കിടയിൽ ഞാൻ ദുൽമിനെ ഹറാമാക്കിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദുൽമുണ്ടാകില്ല, നിങ്ങളിടയിലും പരസ്പരം ദുൽമുണ്ടാകാൻ പാടില്ല. ഒരു അതിക്രമം പരസ്പരം മനുഷ്യർക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. അതിക്രമം എന്ന് ഉദ്ദേശിക്കുന്നത് ക്രമമില്ലാത്തതിന് വിരുദ്ധം, ക്രമം ആയതിന് വിരുദ്ധമായ കാര്യം, ക്രമമല്ലാത്ത ഒരു കാര്യം ഒരു തരത്തിലും ഒരു മനുഷ്യർക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമതായി, അല്ലയോ എന്റെ ദാസന്മാരെ, നിങ്ങൾ എല്ലാവരും തന്നെ അതായത് വഴി പിഴച്ചവരാണ്. എല്ലാമൻ ഹദൈതുഹു, സഹോദരങ്ങളെ വളരെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുക ഈ വിഷയം. നമ്മളൊക്കെ വഴി പിഴച്ചവരാകേണ്ടിയിരുന്നവരായിരുന്നു. നമ്മളെല്ലാവരും തന്നെ എല്ലാമൻ ഹദൈതുഹു, നാം ഹിദായത്ത് നൽകിയവരൊഴികെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട് പുറത്ത്, ഒരുപാട് പേര് പറയുന്നുണ്ട്. ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയും, ഏ ആദം, നിന്റെ സന്തതികളെ സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുക. സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ആദം അലൈഹിസ്സലാം ചോദിക്കും, അല്ലാഹുവേ, ഏത് രീതിയിലാണ്, ഏത് അനുപാതത്തിലാണ് ആളുകളെ സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, 1000-ൽ നിന്നും ഒരാളെ ഉണ്ടാകും സ്വർഗത്തിലേക്ക്, ബാക്കി 999 പേര് നരകത്തിലായിരിക്കും. കാരണം ഇത് അല്ലാഹു അങ്ങനെ തിരിക്കുന്നതല്ല, അങ്ങനെയുള്ള ആളുകളെ ഉണ്ടാകും. സ്വർഗത്തിൽ പോകാൻ 1000 പേരെ എടുത്താൽ അതിലൊരാളെ ഉണ്ടാകുള്ളൂ. ആ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, 1000-ൽ ഒരാളായിട്ടാണ് അല്ലാഹു നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹിദായത്തിന് വേണ്ടി. സ്വർഗത്തിൽ എത്തിയാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അനുപാതത്തെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഹിദായത്ത് നൽകാത്ത, അല്ലാഹു ഹിദായത്ത് നൽകാത്ത എല്ലാവരും വഴിപിഴച്ചവരാണ്. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എന്നോട് ഹിദായത്ത് ചോദിക്കുക, അല്ലാഹുവിനോട് ഹിദായത്ത് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ആ ഹിദായത്ത് നൽകും. യാ ഇബാദി കുല്ലുകും ജാഇ, അല്ലയോ എന്റെ ദാസന്മാരെ, നിങ്ങൾ എല്ലാവരും വിശക്കുന്നവരാണ്. ഇല്ലാമൻ അത്അംതുഹു, നമ്മൾ കാണുന്നുണ്ടല്ലോ സഹോദരങ്ങൾ, ഒരുപാട് ലോകത്ത് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും മുസ്ലിം സഹോദരങ്ങൾ എന്ന് വേണ്ട മനുഷ്യരെന്ന് തന്നെ പല നിലക്കും വിശന്നുകൊണ്ട് പട്ടിണി മരണങ്ങൾ മരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയുണ്ട്. നിങ്ങൾ എല്ലാവരും വിശക്കുന്നവരാണ്. ഇല്ലാമൻ അത്അംതുഹു, നാം നിങ്ങൾക്ക് ഭക്ഷിപ്പിച്ചവരൊഴികെ നാം നമുക്ക് ഭക്ഷിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പല നേരങ്ങളിലായി ഭക്ഷണം കഴിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്നും കഴിക്കാനിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതുകൊണ്ട്. നിങ്ങൾ എന്ത് ചെയ്യൂ? എന്നോട് ഭക്ഷണം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. സഹോദരങ്ങളെ, ഇനിയും ഒരുപാട് ഈ വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മൾ കേട്ടവരായിരിക്കും. ഇനിയും കുറെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ ഓരോ ക്ലാസുകളിലായി നമുക്ക് അതിനു വേണ്ടി ചിന്തിക്കാം. കേൾക്കുക മാത്രമല്ല, അതിൽ ചിന്തിക്കുകയും അതിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും അതിലൂടെ അല്ലാഹുവിനെ നന്ദി കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.